ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മെൽജി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് സൺഡേ സ്പെഷ്യൽ ഡേ എന്നൊക്കെ പറയാമല്ലോ, അല്ലാതെ വീട്ടിലും സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ സ്പെഷ്യലിനാട്ടാ ഒരു അടിപൊളി ചിക്കൻ കറി വയ്ക്കാൻ പോകും ഞങ്ങൾ. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാനും മറക്കരുത് കേട്ടാ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കൊന്ന് മസാല തിരുമ്പി കൊടുക്കാം. നമുക്ക് കുറച്ച് മുളകും പൊടി, മഞ്ഞപ്പൊടി, ഉപ്പും കൂടിയിട്ട് ആദ്യം തിരുമ്പി വെക്കാം. എന്നിട്ട് പിന്നെ കഷ്ണങ്ങൾ നുറുക്കിയിട്ട് നുറുക്കാൻ തുടങ്ങാം. അല്ലെങ്കിൽ പിന്നെ ഉപ്പും മുളകും ഉപ്പ് പിടിക്കാത്ത മാതിരി. ഒരു സ്പൂൺ മുളകും പൊടി, പിന്നെ നമ്മൾ തക്കാളിയും സവാളയും വാട്ടുമ്പോൾ അതിലിടുമല്ലോ, അപ്പോൾ മഞ്ഞപ്പൊടി, നമ്മൾ തക്കാളിയും സവാളയൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് വരാട്ടാ. സ്പെഷ്യല് ചിക്കൻ കറി വെക്കുക. പിന്നെ കൊള്ളി കൊടുക്കുന്നുണ്ട് അച്ഛൻ. അപ്പൊ കൊള്ളി എന്താ ചെയ്യണ്ടത്? പുഴുങ്ങ വേണ്ട, ഉപ്പേരി വെക്കുക വേണ്ടത്, എന്താ വേണ്ടത്? ചായക്ക കൊള്ളി കൊടുക്കുന്നുണ്ട്. അപ്പൊ കൊള്ളി എന്താ വേണ്ടത് തീരുമാനിച്ചിട്ടില്ല. ഉപ്പേരി വെക്കണോ, അത് ചായക്ക് പുഴുങ്ങണോ, പുഴുങ്ങിയിട്ട് ചമ്മന്തി പൊടിക്കണോ, എന്താന്ന് ആലോചിക്കട്ടെ ഏട്ടാ. എടുത്തുണ്ടാവില്ല തന്നാമേക്ക് കടിച്ചതൊക്കെ ആണെങ്കിൽ വേറെ കഷ്ണം മുറിച്ചിട്ടോ. പൂരത്തിന്റെ അലുവേട്ടാ. അപ്പൊ നിറച്ച് പൂരങ്ങൾ നടക്കുന്ന സമയല്ലേ. ലാസ്റ്റ് കൊള്ളി ഉപ്പേരി വെക്കാൻ തീരുമാനിച്ചു കേട്ടാ. വേണം പച്ചക്കൊള്ളി വേണം. അതേപോലെ ദേവുട്ടിക്ക് പച്ചക്കൊള്ളി ഭയങ്കര ഇഷ്ടാ. നല്ല കൊള്ളിയാ. ഇട്ട് കൊടുക്കാം. ഇതൊരു 2 വിസിൽ വരണം കേട്ടാ. 2 വിസിൽ വന്നിട്ട് പിന്നെ നോക്കിയിട്ട് ചെയ്യാം. ഇനിയിപ്പോ പെട്ടെന്ന് വേവണ കൊള്ളിയാണോ അതോ എന്താന്നുള്ളത് അറിയില്ല. കുക്കറിന്റെ മൂടി ഇവിടെ ഇരിക്കണം. പിടിയൊന്നും നന്നാക്കിയിട്ടില്ല. പേടി ഘട്ടത്തിൽ നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാട്ടാ. നന്നാക്കി തരുമോ? ഉപ്പേരി മണക്കണേ. ഇതല്ല മരത്തിന്റെ അടുത്ത്. എനിക്ക് നമ്മുടെ കാരക്കുഴമ്പ്, പണ്ട് വെച്ച കാരക്കുഴമ്പ് വീഡിയോയില് അതൊന്നും അറിയില്ല. അതൊന്നും അറിയില്ല. സ്റ്റീലിന്റെ അലുമിനിയം പാത്രത്തില് പുളി വെക്കാൻ പാടില്ലെന്നൊന്നും കുറെ ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നില്ല. അപ്പൊ എനിക്ക് കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, അലുമിനിയം പാത്രത്തില് പുളിയുള്ള സാധനങ്ങൾ വെക്കാൻ പാടില്ല. പിന്നെ നമ്മൾ അളക്കുമ്പോ ചട്ടകം കൊണ്ട് അളക്കുമ്പോ ഭയങ്കര ഇറിറ്റേഷൻ സൗണ്ട് വരിക. അപ്പൊ വുഡിന്റെ സ്പൂണൊക്കെ യൂസ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒത്തിരി ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. ഇത് കാണുമ്പോ എനിക്ക് ആ കമന്റ് ചെയ്ത് പറയുന്ന ഓർമ്മ വരും. തോന്നില്ല നോക്ക്. വേഗം പണി കഴിക്കണം. സമയം എത്രയായി? ഞായറാഴ്ച ആണെങ്കിൽ പണി തീരണ ദിവസമല്ല. ഞായറാഴ്ച പണി തീരാത്ത ദിവസം. സാധാരണ ദിവസങ്ങളുടെ സുഖം തോന്നും. കാരണം അപ്പൊ നമ്മുടെ പണി കഴിഞ്ഞിട്ട് നമുക്കും പോണല്ലോ, ഇവർക്കും പോണം നമുക്കും പോണം. അപ്പൊ ആ കറക്റ്റ് സമയത്തിന് പണിയും കഴിയും. ഗായ്സ്, ഞാൻ രാവിലെ ഇഡ്ലിക്ക് ചട്നി ഉണ്ടാക്കുമ്പോ കുഞ്ഞുള്ളി നന്നാക്കിയിട്ടാ. അപ്പൊ അതിൻ്റെ ഉള്ളിൽ പുഴു ഗായ്സ്. ചുവന്നത് ചീഞ്ഞ പെട്ടെന്ന് പുഴു വരും. അതിന് മൂടൊക്കെ ചീഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പുഴു വരും. അപ്പൊ നമ്മുടെ കുക്കർ 2 വിസിൽ വന്നിട്ട് ഓഫ് ചെയ്തിട്ടാ. നമ്മുടെ സബോള വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഒരുമിച്ച് പേസ്റ്റ് ആക്കിയിട്ടാ. അപ്പൊ അത് ഇട്ട് കൊടുക്കാം.
നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളകും പൊടി ഞാൻ ചിക്കനിൽ കൂട്ടി വെച്ച കാരണം 1 സ്പൂൺ ഇട്ട് കൊടുക്കണുള്ളൂ. പിന്നെ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതൊക്കെ ഒന്ന് മൂക്കണം കേട്ടോ. മസാലയൊക്കെ മൂത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി, കൊള്ളി ഒരു കട നാശമായി പോയി. അതിൽ ആ മറ്റേ കളർ കയറിയിട്ടേ ഒന്നുകൂടി വേവണം. വെന്തിട്ടൊക്കെ ഉണ്ട്. ഒന്നുകൂടി ഇവിടെ നല്ല വേവണതാ ഇഷ്ടം. ഇത് മതി, വെന്തുണ്ട്. പിന്നെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇനി കൊള്ളി മുളകിടാട്ടോ. അപ്പൊ നമ്മുടെ തക്കാളി വാടിയിട്ടുണ്ടാവും കേട്ടോ. വാടി പിന്നെ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാന് ഇപ്പൊ കുറച്ചിടയായിട്ട് വറുത്തരച്ചിട്ടാ ചിക്കൻ കറി വെക്കാറിട്ടാ, ചെട്ടിനാട് സ്റ്റൈലില്. അത് ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും. ഒരു പ്രാവശ്യം വെച്ച് നോക്കിയപ്പോ പിന്നെ അത് ഇഷ്ടമായപ്പോ ഇപ്പൊ കുറച്ച് നാളായിട്ട് അങ്ങനെ തന്നെ വെക്കാറ്. ഇപ്പൊ ഇന്ന് ഞാൻ ഒന്ന് മാറ്റി വെച്ച് നോക്കി. കുറച്ച് വെക്കാം. ഇനി ഇവിടെ ഇത് മൂടിച്ചിട്ട് ഉപ്പേരി മറക്കണ്ട. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചായച്ചുണ്ട് കേട്ടോ. അതുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചിക്കനില് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും ഇടാണ്ട്. ലാസ്റ്റ് കുറച്ച് അവസാനം ഇട്ട് കൊടുക്കട്ടെ. ഉപ്പേരി മുളക് കേട്ടോ. എരുണ്ടാവും ഇല്ലേ എന്നുള്ളൊരു സംശയം. നമ്മുടെ മുളക് മൂത്തൂട്ടാ. ഇവിടെ കൊള്ളിപ്പേരി ഇവിടെ റെഡിയായി. ഇനി പപ്പടം വറക്കണം. പപ്പടം എളുപ്പത്ത് വറക്കാം. പപ്പടം കുരുമുളക് പപ്പടമാണ് കേട്ടോ. അതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, വറുത്തിട്ട് പറയാം. വീർക്കണോ അമ്മയ്ക്കും അറിയില്ല. വീർക്കില്ല തോന്നുന്നു. അത് വീർക്കണം. കുറച്ച്
ചൂടാറിയിട്ടേ ഒരെണ്ണെടുത്ത് തിന്നോക്കി. അത് എടുത്തോ. ഭയങ്കര ചൂടാ. രസമൊക്കെ ഉണ്ട്. ഒന്നുമില്ല, കുറച്ച് കട്ടി കൂടുതലല്ല. നമ്മുടെ പപ്പടം മറ്റേ പപ്പടം നന്നായിട്ട് കട്ടി ഉണ്ടാവില്ലേ, ഇത് കുറച്ച് കട്ടിയുണ്ട്. രസം തന്നെ. കുരുമുളക് പപ്പടം ഇത്. അതെയോ? ദേവുട്ടിക്ക് ഇതാട്ട ഇഷ്ടമായത്. ഞാൻ വിചാരിച്ചവർക്ക് ഇഷ്ടാവില്ലാന്ന്. അപ്പൊ നമ്മുടെ ചിക്കൻ കറി വെന്തോ നോക്കാട്ടോ. നല്ല വേണോ? ചിക്കൻ വെന്തിട്ടാ. ചിക്കൻ പാത്രത്തിലാക്കാം, കൊള്ളി പാത്രത്തിലാക്കാൻ ചോറുണ്ട. ഇതിലോട്ടേക്ക് വിശന്ന അതൊക്കെ വേഗം മേശപ്പുറത്ത് കൊണ്ടുവച്ചോ. കൊള്ളി മേശപ്പുറത്തുണ്ട്. അല്ലേ അയ്യനത് അതിന്റെ ഉള്ളിൽ കിടന്ന വാടി പോണത്. തിളക്കി വിളമ്പാം ചൂടോടക്കണേ. എന്ത് തിളക്കിയ എന്താ കൂട്ടാൻ തിളക്കി വിളമ്പാം. തിളച്ചോണ്ടിരിക്കല്ലേ, അപ്പോഴല്ലേ വിളമ്പണത്. കരള് വേണം എനക്ക്. മാങ്ങ വേണം. മാങ്ങ അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങളപ്പോ മാമുണ്ണ പോട്ടേട്ടാ. ഞങ്ങള് മാമുണ്ണാൻ പോവാട്ടാ. നിന്റെ മോളെ പപ്പടം പാത്രം എടുത്തേക്കാ. പപ്പടം പാത്രം എടുത്തു. ദേവുട്ടിക്ക് സ്കൂളിൽ 12:30 ആകുമ്പോ ചോറുണ്ടിട്ട് അത് ശീലായി. അപ്പൊ ഞായറാഴ്ച പിന്നെ ഒന്ന് നേരം വഴുകൂല്ലോ നമ്മള്. ഞങ്ങള് നേരം വഴുകൂട്ടാ. ഞാൻ കുറച്ച് ചോറ് നല്ല ഭംഗിയില് കൊതിക്ക് വെക്കട്ടെ. അയ്യോ, ഉപ്പേരിയില് സ്പൂൺ എടുത്തില്ലേ അമ്മ? എടുത്തിട്ട് വരാം. വലിയ സ്പൂണ് നോക്കി എടുത്തോളൂ കേട്ടാ. അവള് ചാറിന്റെ ആളാ. അല്ല, കഷ്ണം തിന്നു അതല്ല പറയുന്നത്, ചാറ് കുറച്ച് കൂടുതൽ വേണം. കയ്യിലെടുത്തരാം. ഇന്നലെ ആണെങ്കിൽ ഞങ്ങള് ചിക്കൻ ഇന്നലെ വാങ്ങിച്ചു കൊടുന്ന ചെയ്യാം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നുറുക്കിയത് വലിയ പോത്തും കഷ്ണങ്ങളായിരുന്നു. അപ്പൊ ഞങ്ങള് പറഞ്ഞു ചെറുതാക്കി നുറുക്കാൻ, ചില്ലി ചിക്കനെ നുറുക്കണ മാതിരി. അപ്പൊ നല്ല പൊടിയായി. ഇതാണ് അടുത്ത്. ഇത് കയ്യിലല്ലേ. ചൂടാവും. ഗൈസ്, കൊള്ളി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെറുതെ വായിലിട്ട് നടക്കായിരുന്നു. ഗൈസ് നല്ല ഇഷ്ടമായിരുന്നു. കൊള്ളിയില് കുറച്ച് കൂടി എരിവായി. മിളക് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അത് അധികം എരിവില്ല എന്നുള്ളത്. അപ്പൊ മിളക് കുറച്ച് എരിവുള്ള മിളക്, കാണാൻ ചന്തല്ലെങ്കിലും ഗുണമുള്ള മിളക. കൊറേ ദിവസമായിട്ട് ഇങ്ങനത്തെ ചിക്കൻ്റെ ചാറ് കൂട്ടിയിട്ട് മറ്റേത് വറുത്തരച്ച് വെച്ചിട്ട് ടേസ്റ്റ് ആയിട്ടാ. കുറച്ച് കുരുമുളകും പൊടിയൊക്കെ വരണമെന്ന് വിചാരിച്ചതാ ഞാന്. അപ്പൊ പിന്നെ ഇട്ടില്ല. ഇനി എല്ലാം കൂടിയായിട്ട് എരിവ് കൂടിയിട്ട് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ വെയിലല്ല, അതിന്റെ ഇടയ്ക്ക് ഇനി എരിവും കൂടെ കൂടി കഴിഞ്ഞാ അപ്പൊ അടിപൊളി അതിന്റെ കേട്ടാ. അച്ചാറ് വേണമായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. അപ്പൊ ഫ്രണ്ട്സ്, വലുപ്പ് പറയാ ഞങ്ങളുടെ സൺഡേ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. സൺഡേ സ്പെഷ്യൽ വീഡിയോ. അപ്പൊ ഇനി എന്താ പറയാ, ഇനി അതൊന്നുമില്ല. അപ്പൊ ഇനി നാളെ കാണാം. ബൈ ബൈ ബൈ. നാളെ കാണാം.